ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ രേഷ്മ. മിറക്കിൾ മിറ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെയധികം റിക്വസ്റ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമുക്ക് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ വീട്ടിൽ ചെയ്യാം, അത് മുട്ട ഒന്നും യൂസ് ചെയ്യാതെ, ചിലർക്ക് മുട്ടയുടെ സ്മെല്ല് ഇഷ്ടമല്ലല്ലോ, അപ്പോൾ അത് യൂസ് ചെയ്യാതെ നല്ല മുടി നല്ല സിൽക്കി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വെക്കാൻ സഹായിക്കുന്ന ഒരു മെത്തേഡ് പറയുമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ മെത്തേഡ്. സോ ഇത് 100% നാച്ചുറലാണ്, സേഫാണ്. ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്ത് വന്നാൽ നമ്മുടെ മുടി നല്ല രീതിയിൽ ചേഞ്ച് ആവുന്ന കാണാം. അതിൻ്റെ ടെക്സ്ചർ നല്ലതായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്ന കാണാൻ പറ്റും. മുടി എന്താ പറയുക, തൊട്ടുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്നു പറയില്ലേ, ആ ഒരു രീതിയിലേക്ക് നമ്മുടെ മുടി മാറ്റാനായിട്ട് പറ്റും. എന്നിരുന്നാൽ തന്നെ അലർജി ഉള്ള ഇൻഗ്രീഡിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് അത് അവോയ്ഡ് ചെയ്യുക. അതല്ല അലർജി ഉണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹെയർ സ്പായ്ക്ക് 3 സ്റ്റെപ്സ് ആണേ ഉള്ളത്. ഒന്നാമത്തെ, നമ്മൾ ആദ്യം കുറച്ച് എണ്ണ തടവും, നന്നായിട്ട് മസാജ് ചെയ്യും തലയിൽ. അത് ഒരു 1-2 മണിക്കൂർ വെക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓയിലായിട്ട് യൂസ് ചെയ്യുന്നത് ഇത് ഈ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഓയിലാണ്. പിന്നെ പാക്കിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. എന്നിട്ട് ഇതിനൊരു സ്റ്റീമിങ് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടി ഈ പാക്ക് കുറച്ച് നേരം ഒന്ന് കവർ ചെയ്ത് വെക്കും. അതൊരു 15 മിനിറ്റ് വെക്കാം, മിനിമം ഒരു 15 മിനിറ്റ് വെക്കുക. മാക്സിമം അരമണിക്കൂർ ഒക്കെ വെച്ചാൽ മതിയാവും, 3/4 മണിക്കൂർ, ദാറ്റ്സ് ഇറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷാംപൂ ചെയ്യാം. ഷാംപൂ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു സെറമോ എന്തെങ്കിലും അപ്ലൈ ചെയ്യാം. ഇതാണ് ചെയ്യേണ്ടത്. വളരെ കുറച്ച് ഓയിൽ മതി. നമ്മുടെ സ്കാൽപ്പിന് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, അത്രമാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ ഫുൾ മുടിയിൽ ഇത് പറ്റണം, ഓയിൽ പറ്റണമെന്നില്ല. ഈ ഓയിലിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, വേണമെങ്കിൽ ചെക്ക് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ഏത് ഓയിലാണോ അത് യൂസ് ചെയ്യാം. അപ്പോൾ ഈ പ്രോട്ടീൻ മാസ്ക് തയ്യാറാക്കാൻ നമുക്ക് ആദ്യം ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് ഒരു നല്ല പഴുത്ത പഴമാണ്, റോബസ്റ്റ പഴം. നമുക്ക് ഏത് പഴം വേണമെങ്കിലും യൂസ് ചെയ്യാം, നല്ല പഴുത്ത നോക്കി എടുക്കാൻ മാത്രം ശ്രദ്ധിക്കുക. പഴം യൂസ് ചെയ്യുന്നത് മുടി നല്ല മാനേജബിൾ ആക്കാനും നല്ലൊരു ഷൈൻ മുടിക്ക് കൊടുക്കാനും അതുപോലെ താരൻ കുറയ്ക്കാനും സഹായിക്കും. പിന്നെ മുടി പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത് തടയാൻ, അതിൻ്റെ മുടിയുടെ ഇലാസ്റ്റിസിറ്റി കൂട്ടാനൊക്കെ പഴം നല്ലതാണ്. പിന്നെ വേണ്ടത് ഒരു ചെറിയ സവാളയാണ്. സവാള അറിയാലോ, നമുക്ക് താരൻ കുറയാൻ നല്ലതാണ്, മുടിക്ക് നല്ല നീളം വെക്കാൻ സഹായിക്കും. മുടിയുടെ ഈ തലയിലെ ഇറിറ്റേഷനും ചൊറിച്ചിലൊക്കെ ഇല്ലേ, അതൊക്കെ മാറ്റി സ്കാൽപ്പ് നല്ല ക്ലീൻ ആയിട്ട് വെക്കാനും അതുവഴി നമ്മുടെ മുടി വേഗം വളരാനും സഹായിക്കും. പിന്നെ വേണ്ടത് കഞ്ഞിവെള്ളം അല്ലെങ്കിൽ അരി കുതിർത്ത വെള്ളം, ഇത് ഏതാണെന്ന് വേണമെങ്കിലും യൂസ് ചെയ്യാം. കഞ്ഞിവെള്ളം നമ്മുടെ മുടി ചകിരി പോലെ ആവുന്നത് അല്ലെങ്കിൽ ജടക്ക് വീഴുന്നത് തടയാനും മുടി നല്ല സോഫ്റ്റ് ആവാൻ സഹായിക്കും. മുടിക്ക് നല്ല ഒരു കരുത്ത് കൊടുക്കാനും മുടി വേഗം വളരാനും ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു കരിക്കാണ്, അഥവാ കുരുമ്പ. ഇത് പ്രോട്ടീൻ്റെ ഒരു അസാധ്യ സോഴ്സാണ്. കുരുമ്പയിൽ ഒരുപാട് നല്ല ന്യൂട്രിയൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ നന്നായിട്ട് നറിഷ് ചെയ്ത് നല്ല മുടി തഴച്ച് വളരാനായിട്ട് സഹായിക്കുകയും മുടി നല്ല സ്മൂത്തായിട്ടും ബൗൺസി ആയിട്ട് ഇരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ വേണ്ടത് ചെമ്പരത്തിയും അതിൻ്റെ ഇലകളുമാണ്. നമ്മൾ പണ്ടോട്ടേ യൂസ് ചെയ്ത് വരുന്നൊരു കാര്യമാണ്. ഇത് ഹെയർ ലോസ് തടയാൻ വളരെ വളരെ നല്ലതാണ്. നമുക്ക് അകാല നിര ഉണ്ടാവാതിരിക്കാൻ നല്ലതാണ്. നാച്ചുറലി ഒരു കണ്ടീഷണറാണ്. മുടി നല്ല രീതിയിൽ ബൗൺസി ആയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആദ്യം ആവശ്യമുള്ളത്. എന്നിട്ടൊരു മിക്സർ ജാർ എടുക്കുക, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓട്സ് ചേർക്കുക. ഓട്സും പ്രോട്ടീൻ്റെ നല്ലൊരു റിച്ച് സോഴ്സാണ്. അതുപോലെ തന്നെ ഇത് സ്പ്ലിറ്റ് എൻഡ്സ് തടയാൻ നല്ലതാണ്. മുടിക്ക് നല്ലൊരു ആരോഗ്യം, അതുപോലെ നല്ല ബൗൺസി ആയിട്ടും ഫ്രിസ് ഫ്രീ ആയിട്ട്, അതായത് ചകിരി പോലെ ഡ്രൈ ആവുന്നതൊക്കെ തടയാൻ ബെസ്റ്റാണ്. അതിൻ്റെ ബാക്കിയുള്ള ഇതിലേക്ക് എല്ലാ ചേരുവകളും ഒന്നൊന്നായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിലാണ്ടോ ആ ചെമ്പരത്തിയുടെ ആ ബാക്കിലത്തെ ആ ഭാഗം ഉണ്ടല്ലോ, അത് എടുത്ത് ഞാൻ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ചേരുവകളും നന്നായിട്ട് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക. ഉള്ളിയൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ആവശ്യത്തിന് കഞ്ഞിവെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊരു സ്മൂത്ത് തിക്ക് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അങ്ങനെ നല്ല തിക്ക് പേസ്റ്റായിട്ട് കട്ടൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്പം ഏകദേശം ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കുറേ നേരം ഞാൻ വെച്ചില്ല, കുറച്ച് നേരം കൂടെ വെക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ
സമയം കിട്ടുമെന്നറിയില്ല, അതുകൊണ്ട് ഞാൻ അരമണിക്കൂറേ വെച്ചുള്ളൂ. എത്ര നേരം ഓയിൽ തലയിൽ വെക്കാൻ പറ്റും? ഒരു മിനിമം ഒരു 1-2 മണിക്കൂർ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ഞാൻ പിന്നെ ഒന്നുകൂടെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം, നമ്മൾ മസാജ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നഖമിട്ട് ഉരയ്ക്കരുത്, സ്കാൽപ്പിനെ അത് ഹേർട്ട് ചെയ്യും, അത് പാടില്ല. അതിന് പകരം ജസ്റ്റ് നമ്മുടെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് ജസ്റ്റ് മസാജ് ചെയ്യുക. നമുക്ക് ആ സ്കാൽപ്പിൻ്റെ മൂവ്മെൻറ്റ് കണ്ടോ, അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്തു. 1/4 മണിക്കൂർ വെച്ചു. ഇനി പാക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇതാ നമ്മുടെ പാക്ക് എപ്പോഴേ റെഡി ആയിരിക്കുകയാണ്, കുറേ നേരം ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇനി ഇത് അപ്ലൈ ചെയ്യാം സെക്ഷൻ ബൈ സെക്ഷൻ. ഇത് നാച്ചുറൽ ആയതുകൊണ്ട് നമുക്ക് ഫുൾ സ്കാൽപ്പിലും അപ്ലൈ ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷേ കൂടുതലും നമ്മുടെ മുടിയുടെ അറ്റത്തൊക്കെ പറ്റുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അങ്ങനെ ഇത് നന്നായിട്ട് തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ ഷാമ്പൂ ചെയ്യുമല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നനഞ്ഞ മുടി നോക്കുമ്പോൾ അവിടെ ഇവിടെ ആയിട്ട് മുടിയിൽ വെളുത്ത പോലെ പൊടി പോലെ ചിലപ്പോൾ കാണാം. അതായത് പഴത്തിൻ്റെയോ അല്ലെങ്കിൽ സവാളയുടെയൊക്കെ ചെറിയ ചെറിയ പൊടികൾ വരാറുണ്ട്. സോ അതിൽ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, മുടി ഉണങ്ങി കഴിഞ്ഞു നമ്മൾ കോംബ് ചെയ്യുമല്ലോ, നമ്മൾ ചീപ്പോ ചീരി കഴിയുമ്പോഴത്തേക്കും ആ കുഞ്ഞു പൊടിയൊക്കെ താനെ പൊക്കോളും. അത് വളരെ മൈന്യൂട്ടായിട്ടുള്ള എന്താ പറയുക ഉള്ളിയുടെയൊക്കെ ഭാഗങ്ങളാണ്. അപ്പോൾ അത് തലയിൽ ഒട്ടിപ്പിടിച്ചൊന്നും ഇരിക്കില്ല, നമ്മൾ നന്നായിട്ട് ഷാമ്പൂ ചെയ്യല്ലേ. അത് പക്ഷേ മുടിയിൽ അവിടെ ഇവിടെ അറ്റത്തൊന്ന് കിടക്കാൻ ചാൻസ് ഉണ്ട്. സോ അത് മുടി കോംബ് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങ് പൊക്കോളും. അപ്പോൾ ഞാൻ പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഇതിനെ ഈ കവർ ചെയ്യാൻ പോവാണ്. പിന്നെ ഷാമ്പൂ അപ്ലൈ ചെയ്യുന്നതിൽ ഞാൻ കുറച്ചൊരു വ്യത്യാസത്തിൽ ചെയ്യുവേ. അതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഷാമ്പൂ നമ്മൾ വെള്ളത്തിലല്ലേ കലക്കുന്നത്, അതിന് പകരം കഞ്ഞി വെള്ളത്തിലാണ് കലക്കിയിട്ട് ആ ഷാമ്പൂ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റൈസ് വാട്ടറിൻ്റെ ഗുണം കുറച്ചും കൂടെ കിട്ടുമല്ലോ. അതുകൊണ്ട് ഷാമ്പൂ ജസ്റ്റ് വെള്ളത്തിലല്ല കലക്കുന്നത്, കഞ്ഞി വെള്ളത്തിലാണ് കലക്കുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഞാൻ ഇന്ന് അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ കഞ്ഞിവെള്ളം കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. ഇത് ടൈറ്റായിട്ടൊന്നുമല്ല, ജസ്റ്റ് റാപ്പ് ചെയ്യുവാന്നേ, ഒരുപാട് ടൈറ്റായിട്ടൊന്നും അല്ല ചെയ്തേക്കുന്നത്. ഇത് ക്ലിങ് റാപ്പ് ആയതുകൊണ്ട് തലയിലിങ്ങനെ ഒട്ടിയിരിക്കും, വിചാരിക്കും ടൈറ്റ് ചെയ്തേക്കുമല്ല, ലൂസാണ്. എയർ പോകുന്ന രീതി തന്നെ ജസ്റ്റ് ഒന്ന് അത് കവർ ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഷവർ ക്യാപ്പ് ഇട്ടു. ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഞാനിത് തല കഴുകുള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തിനാ? അത് തന്നെ, ഷാമ്പൂ ഇതിനകത്ത് കലക്കിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. സാധാരണ നമ്മൾ സാധാ വെള്ളത്തിലാണല്ലോ ഷാമ്പൂ കലക്കുന്നത്, അതിന് പകരം കഞ്ഞിവെള്ളത്തിൽ കലക്കുകയാണ്. അതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടീഷനിങ് എഫക്റ്റ് കിട്ടും. നമ്മുടെ ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ എന്ന് പറയാൻ പറ്റും അന്നേരം. സോ അങ്ങനെ ചെയ്യാനാണ്. ഞാൻ വേറെ കണ്ടീഷനൊന്നും യൂസ് ചെയ്യുന്നില്ല. സോ ജസ്റ്റ് ഇത് വെച്ചൊന്ന് തല കഴുകിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതാ മുടി നന്നായിട്ട് കഴുകി ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ വെയിലത്ത് നിൽക്കുമ്പോൾ ചെറിയ കളറിൻ്റെ വേരിയേഷൻ എൻ്റെ മുടിയിലുണ്ടല്ലോ, ഒരു ബർഗൻഡി ടിൻറ്റ് ഉണ്ടല്ലോ. അതെന്താണെന്ന് പറഞ്ഞാൽ ഞാൻ നാച്ചുറലി തന്നെ ഹെന്ന ഹെയർ കളർ വീട്ടിൽ ചെയ്യാറുണ്ട്. സോ അതിൻ്റെ ബേസിസിലാണ് ഇത് വരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ വെയിൽ കൊള്ളുന്ന ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ മുടിയിൽ വെയിലടിക്കുമ്പോഴത്തേക്കും ഈ ഒരു കളർ വരും, അല്ലാത്തപ്പം അത്ര കളർ വരില്ല. അങ്ങനൊരു കളറാണ്, നമ്മൾ നാച്ചുറൽ ഹെയർ കളർ ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നാച്ചുറലായിട്ട് ബർഗൻഡി ഹെയർ കളർ ചെയ്യാൻ എങ്ങനെയാണെന്ന് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുൾ ആയി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ മെത്തേഡ് ചുരുണ്ട മുടി, നീണ്ട മുടി, അതുപോലെ ലോങ് ഹെയർ, ഷോർട്ട് ഹെയർ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ മുടിയുടെ ടെക്സ്ചർ അനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് വേരി ചെയ്യുമെന്ന് മാത്രം. ഇത് റെഗുലർ ബേസിസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നല്ല ഒരു സ്മൂത്തനിങ് എഫക്റ്റ് മസ്റ്റായിട്ടും കിട്ടും. ഇത് ലോങ് ലാസ്റ്റിംഗ് റിസൾട്ടും കിട്ടുന്നതാണ്. സോ സൂപ്പർ മെത്തേഡാണ്. ഇത് യൂസ്ഫുൾ ആവാൻ ചാൻസ് ഉള്ള എല്ലാ കൂട്ടുകാർക്കും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.